വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വമ്പിച്ച ഓഫറുകളിൽ ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം. VM സൂപ്പർ വാല്യൂ, ചേലക്കര. കുതിരാൻ തുരങ്കം വന്നതോടുകൂടി ചേലക്കര മേഖലയിലേക്ക് കാട്ടാനകൾ പലായനം നടത്തുന്നുവെന്ന വിവാദമായ വിഷയത്തിൽ മറുപടിയുമായി UR പ്രദീപ് MLA. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെയും LDF അംഗങ്ങളുടെയും തർക്കങ്ങൾക്ക് വഴിവെച്ച വിഷയത്തിലാണ് UR പ്രദീപ് MLAയുടെ തുറന്നു പറച്ചിൽ. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ PRT വളണ്ടിയേഴ്സിനുള്ള ടോർച്ച് ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ കുതിരാൻ തുരങ്കം തുറന്നപ്പോഴാണ് ആനകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. 2021 മുതലാണ് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ അത് പഴയ റോഡ് വഴിയാണ് ഇങ്ങോട്ട് കിടക്കുന്നത്. അതായത് കുതിരാൻ തുടങ്ങിയപ്പോൾ 2 വഴി കൂടിയും ഹൈവേയിൽ നല്ല വണ്ടികളുടെ ധാരാളം പോക്കും വരവും ഒന്നും റോഡ് മുറിഞ്ഞ് ആനകൾക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ആനകൾ ചെയ്യുന്നത് പഴയ റോഡ് വഴി ഇങ്ങോട്ട് കിടന്ന് നേരെ നമ്മുടെ ചേലക്കര ഭാഗത്തേക്ക് ഇങ്ങോട്ട് കിടക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആനകൾ ഇങ്ങോട്ട് കിടക്കുന്ന ഭാഗം ഒരു കുപ്പിക്കഴുത്ത് പോലെയാണ്. പീച്ചി ഡാമൊന്നും ഇങ്ങോട്ട് കിടന്നാൽ പിന്നെ വടക്കാഞ്ചേരി മച്ചാടും നമ്മുടെ എലനാട് ഫോറസ്റ്റ് ഇതെല്ലാം ഉൾപ്പെടെയുള്ള വരുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ വഴി കടന്ന വഴിക്ക് പിന്നെ ഇവർക്ക് ആവശ്യമായ കൃഷി സ്ഥലങ്ങൾ ധാരാളം, വടക്കാഞ്ചേരി മുതൽ എളനാട് വരെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ കൃഷി സ്ഥലങ്ങളാണ്. ഇവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് മടങ്ങിപ്പോയിട്ടില്ല. ആനകൾ ഈ കേന്ദ്രത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ യോഗത്തിനകത്ത് ഗൗരവമായി ആലോചിച്ചപ്പോൾ അന്ന് മന്ത്രി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ അന്ന് ഇത് ചെയ്യാമായിരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. സത്യത്തിൽ അന്ന് ചെയ്യാൻ പറ്റാത്തതല്ല. അന്ന് യോഗത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട MP ഞാനെല്ലാം പങ്കെടുക്കുന്ന യോഗത്തിൽ തന്നെയാണ് ചോദിച്ചത്, ഇനി ആ സാധനം ആനകളെ തുരത്തി അങ്ങോട്ട് ആ ഉൾക്കാട്ടിലേക്ക് ആക്കി ആ സാധനം അടയ്ക്കാൻ പറ്റുമോ, കുപ്പിക്കഴുത്ത് പോലുള്ള സാധനം അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അന്നത്തെ DFO നമ്മളോട് പറഞ്ഞ വാക്ക്, ആനകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടാൻ പാടില്ല. ഒരു കാരണവശാലും ഉൾക്കാട്ടിലുള്ള ആനകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഇടാൻ പറ്റില്ല. പുറമേ കാടിന്റെ പുറത്തുള്ള സ്ഥലങ്ങളെല്ലാം കമ്പിവേലി ഇടാം, അല്ലെങ്കിൽ ആനകൾക്ക് വരാതിരിക്കാനുള്ള എന്താ വേണമെങ്കിൽ അത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങേര് പറഞ്ഞു ശരിയാണത്. അപ്പോൾ ആ ഉത്തരവ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും ഉൾക്കാട്ടിൽ അത് അവരെ തടസ്സം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അന്ന് നമുക്ക് ഇടാൻ പറ്റാത്തത്. ഇപ്പോൾ 46 കിലോമീറ്റർ നമുക്ക് കമ്പിവേലിയിനേക്കാൾ സുഖല്ലേ ഒരു ചെറിയ ഭാഗം നമുക്ക് അടച്ച് ഇടത്. ഇനി ആ പണം ഉണ്ടെങ്കിൽ റെയിൽ പോലെ വെച്ചുവിടാം. അത് നടന്നു പോകുന്ന വഴികൾ ഒരു കാരണവശാലും തടസ്സം ചെയ്യാൻ പാടില്ല എന്ന ഒരു കേന്ദ്രത്തിൻ്റെയും സുപ്രീം കോടതിയും വിധി ഉള്ളത് കൊണ്ടാണ് അത് വന്യമൃഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് അന്ന് നമുക്ക് ചെയ്യാൻ. ഇനി അതൊരു സ്പെഷ്യൽ ഒരു പെർമിഷനോടുകൂടി നമുക്ക് അവിടെ അടയ്ക്കാൻ പറ്റുമോ? അങ്ങനെ അടയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ഉള്ള ആനകളെല്ലാം ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെറിയ പണിയല്ല, നല്ല പണിയാണ്. അപ്പോൾ നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തോടു കൂടി അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കാനാണ് കഴിഞ്ഞ ദിവസം ഞാൻ സബ്മിഷൻ അവതരിപ്പിച്ചു സഭയ്ക്കകത്ത് വെച്ച്. കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ ഇത് വളരെ ഗൗരവമാണ്. ഈ ആനകളെ ഉൾക്കാട്ടിലേക്ക് വിടാനെങ്കിൽ ഇവിടെ ഒരു ദൗത്യ സംഘത്തെ ഏർപ്പെടുത്തി തരാനും ഈ ദൗത്യ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനകളെ തുരത്തി ഉള്ളിലേക്കാക്കി ആ ഭാഗം അടപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു ഹാങ്ങിങ് ഫെൻസിങ്ങിലെങ്കിലും ഇടാൻ പറ്റുമോ എന്ന രീതിയിൽ ആലോചിച്ചു. മന്ത്രി അത് ഗൗരവമായി പരിശോധിക്കാൻ പറഞ്ഞു. പിന്നീട് സബ്മിഷൻ ഓർഡർ കൈ തരുന്ന സമയത്ത് അങ്ങേര് പറഞ്ഞത് 100 ആളുകൾ അടങ്ങുന്ന ഒരു ദൗത്യ സംഘത്തെ നമുക്ക് അത് ഒന്ന് ആ പരിശോധന നടത്തി അവരെ ഉൾക്കാട്ടിലേക്ക് വിടാനുള്ള ഒരു ടീം ഉണ്ടാക്കാനുണ്ട്. അതിന് ആവശ്യമായ നിർദ്ദേശം കഴിഞ്ഞ ദിവസം DFOന് അവിടെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ DFO കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ വഴിക്ക് എന്നെ വിളിച്ചിരുന്നു. എന്നാണൊന്ന് ഇരുന്ന് നമുക്കതിൻ്റെ ഏരിയ ഉൾപ്പെടെ ഏതായാലും അതൊരു ടൈം ഷെഡ്യൂളൊക്കെ തീരുമാനിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഒന്ന് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യൂവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.